കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന ഷെൽട്ടറാണ് ഇന്ന് ഉച്ചയ്ക്ക് തകർന്നു വീണിരിക്കുന്നത്. മീഞ്ചന്ത ആർട്സ് കോളേജിന് പുറത്തുള്ള റോഡരികിലുള്ള ബസ് സ്റ്റോപ്പാണ്. ഇവിടെ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ബസ് സ്റ്റോപ്പ് പെട്ടെന്ന് ഒടിഞ്ഞ് റോഡിലേക്ക് വീണത്. അതായത് 3 കാലുകളാണ്, ഇരുമ്പിൻ്റെ കാലുകളാണ് ബസ് സ്റ്റോപ്പിനുള്ളത്. ഈ 3 കാലുകളും തുരുമ്പെടുത്ത നിലയിലാണ്. അങ്ങനെയാണ് ഈ ബസ് സ്റ്റോപ്പ് പുറത്തേക്ക് റോഡിലേക്ക് വീഴുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് പരസ്യ കമ്പനിയുടെ തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു തൊഴിലാളി ബസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഈ പരസ്യത്തിൻ്റെ ഫ്ലെക്സ് ഒട്ടിക്കാൻ വേണ്ടി കയറിയിരുന്നു. അദ്ദേഹം തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സമീപത്ത് തന്നെ ബസ് ആളെ കയറ്റാൻ വേണ്ടി നിർത്തിയിരുന്നു. ബസ്സിൻ്റെ മുകളിലേക്ക് ചാടിയാണ് ജീവനക്കാരൻ രക്ഷപ്പെട്ടത്. ഈ ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന ഒരു കോളേജ് വിദ്യാർത്ഥിക്കും കാലിന് ചെറിയ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ പണിടുക്കഴിഞ്ഞു പെട്ടെന്ന് വീണിട്ട് അങ്ങനെ വീണതാ. നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ട? അങ്ങനെ ഇത് പെട്ടെന്ന് പെണ്ണ് പാഞ്ഞോട്ടാ പായലാറുമ്പോൾ വീണത്. അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കാല് വിട്ടിരുന്നു. കാലിൽ എവിടെ എന്താ തട്ടിയുണ്ട്. ഞാൻ മുകളിലാണല്ലോ. നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടെ? ഞാൻ ബസ്സിന് മുകളിൽ പിടിച്ചാ. ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ബസ് നിർത്തിയോണ്ട് കഴിച്ചില്ല. ഇതിൽ ഞാൻ പുറത്ത് റോട്ടിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. 5-6 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ പായൽ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. പറയുമ്പോഴത്തേക്ക് ഒരു മുന്നോട്ട് ചാടിക്കഴിഞ്ഞു. നമ്മളെ കൂടെ ചെക്കന്മാരുണ്ട്, പണിക്കാരുണ്ട്, ഒരു താഴത്തുണ്ട്, ഒരു അകത്താണുള്ളത്. ഒരു പായലാറുമ്പോൾ ഒരു മാഞ്ഞോട്ടാണ് അതിൽ കുടുങ്ങിയത്. സ്വകാര്യ പരസ്യ കമ്പനിയാണ് ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ച ഇതിൻ്റെ പരിപാലനം നോക്കുന്നത്. ആ കമ്പനി തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ മുൻവശത്ത് പരസ്യങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ അപകട ഭീഷണി ഉയർത്തി റോഡരികിൽ തന്നെയാണ് ഈ തകർന്നു കിടക്കുന്ന ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഇത് ഉടൻ തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇനി റിപ്പോർട്ടർ.